ഇപ്പോൾ വിവരങ്ങളുമായി അബിന ചേരുന്നുണ്ട്. അബിന, ഈ ഉത്സവത്തിനിടെ ആനകൾ ഇടയുന്നത് നിരന്തര സംഭവമായി വരുന്നു. ഇപ്പോൾ 2 പേർ മരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് സംഭവം? ഹരിത, ഇന്ന് വൈകിട്ട് കൊയിലാണ്ടി കുറുവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് എഴുന്നള്ളിപ്പിനായി കൊണ്ടുവന്ന ആനയാണ് വിരണ്ടത്. ഈ വിരണ്ട ആന മറ്റൊരു ആനയെ കുത്തുകയായിരുന്നു. ഈ കുത്തിയ ഉടനെ 2 ആനയും വലിയ രീതിയിൽ ഇടയുകയും പിന്നീട് ഈ ഈ 2 ആനകളും ഇടഞ്ഞതിന് ശേഷം നാട്ടുകാർ വലിയ പരിഭ്രാന്തിയിലാവുകയും പിന്നീട് നമുക്കറിയാം, ഈ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് ആളുകൾ പരന്നു ഓടുന്നതും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. കൈകുഞ്ഞുങ്ങളടക്കം ഈ ഒരു പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വരുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നേരത്തെ അതീവ ഗുരുതരാവസ്ഥയിൽ തുടർന്നിരുന്ന 2 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഈ ഗുരുതരാവസ്ഥയിൽ തുടർന്ന 2 പേരാണ് 2 പേർ ഇപ്പോൾ മരിച്ചതായി വാർത്തകൾ വരുന്നുണ്ട്. കൂടാതെ 15-ലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പരിക്കേറ്റ ആളുകളെ ഇപ്പോൾ നിലവിൽ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ചില ആളുകളുടെ പരിക്ക് ഗുരുതരമാണെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ഈ പരിക്കേറ്റിട്ടുള്ള ആളുകൾ, അതായത് ആരോഗ്യാവസ്ഥ വളരെ മോശമായി തുടരുന്ന ആളുകളെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കൂടാതെ ഈ ആനകളെ ഇപ്പോൾ ഇടഞ്ഞ ആനകളെ ഇപ്പോൾ തളച്ചിട്ടിട്ടുണ്ട്. കൂടാതെ ക്ഷേത്രം ഓഫീസ് അടക്കം ഇപ്പോൾ ആനകൾ തകർക്കുന്ന ഒരു കാഴ്ചയെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ തിളമ്പേറ്റിനായി കൊണ്ടുവന്ന ആനവടി പൊട്ടിയതിനെ തുടർന്നാണ് ഈ ആന വിരണ്ടത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടരുക. ആ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. അഭിന, ഈ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. ഒരാന ആദ്യം ഇടയുന്നു, മറ്റൊരാനയെ, ആ ഇടഞ്ഞ ആന തൊട്ടു മുന്നിലത്തെ ആനയെ കുത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ ഉത്സവത്തിന് എഴുന്നള്ളിക്കുന്നതിന് മുൻപേ ഇതിനുള്ള പരിശോധനകളൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ലേ? ഹരിത, പ്രധാനമായും ഈ ഒരു വിഷയത്തിൽ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ്. അതായത് ഈ ഉത്സവം, നമുക്കറിയാം, ഉത്സവം എന്ന് പറയുമ്പോൾ ഈ വെടിപൊട്ടിക്കലും അതുപോലെ തന്നെ വലിയ രീതിയിൽ ആളുകൾ ഉണ്ടാവുകയും കൂടാതെ ചെണ്ടമേളം, വാദ്യം തുടങ്ങി നിരവധി ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാകുന്ന ഒരു ഇടം തന്നെയാണ് ഉത്സവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് ആനകളെ എഴുന്നള്ളിക്കുക എന്നുള്ളത് നമുക്കറിയാം, നേരത്തെയും ഈ ഒരു കേസ് നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കൊയിലാണ്ടി കുറുവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രത്തിലും സംഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. കാരണം ഈ വെടിപൊട്ടുന്ന ഒച്ച കേട്ടിട്ടാണ് ഈ ആന പെട്ടെന്ന് ഇടഞ്ഞത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഈ ഒരു പെട്ടെന്നുണ്ടായ ഈ ഒരു ശബ്ദം കാരണം ഒരുപക്ഷെ ആന ഈ വരണ്ടു ഓടാൻ കാരണമായത് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. തുടർന്ന് ഈ ഒരു ആന മറ്റൊരു ആനയെ കുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഈ 2 ആനകളും ഒരുപക്ഷെ ഈ വിരണ്ട ആന മറ്റൊരാനയെ കുത്തിയ ആ ഒരു വേദനയിലായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു ആനയും രണ്ടാമത്തെ ആനയും ഇടഞ്ഞത് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഈ 2 ആന ഇടഞ്ഞ ഈ ഒരു സമയത്ത് തന്നെയാണ് ആളുകൾ വലിയ പരിഭ്രാന്തരാവുകയും പിന്നീട് ഈ പ്രദേശത്ത്, അതായത് ക്ഷേത്രത്തിന് ചുറ്റും ആളുകൾ പരസ്പരം ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒരുപക്ഷെ ഈ ഒരു പരിഭ്രാന്തരായി ഓടുന്നതിനിടെയായിരിക്കാം ഒരുപക്ഷെ ഇത്ര വലിയ അപകടങ്ങൾ സംഭവിച്ചത് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കൂടാതെ ആന ഈ ക്ഷേത്രത്തിൽ നിന്നും ക്ഷേത്രത്തിന് പുറത്തേക്ക് വരെ ഓടുന്ന ഒരു കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ 2 സ്ത്രീകളുടെ മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അമ്മു, അതുപോലെ തന്നെ മറ്റൊരാളുടെ പേര് വിവരങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഒരാളുടെ പേര് അമ്മു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അമ്മുവിന്റെ മരണം, അമ്മുവിന്റെ പേര് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. മറ്റൊരാളും കൂടെ മരിച്ചതായി വിവരമുണ്ട്. പക്ഷേ ആളുടെ പേര് വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. നിലവിൽ ഈ ഒരു ഇടഞ്ഞ ആനയെ ഇപ്പോൾ തളച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഈ പരിക്കേറ്റ 15-ലധികം ആളുകൾക്കാണ് ഇപ്പോൾ നിലവിൽ പരിക്കേറ്റതായി അറിയാൻ സാധിക്കുന്നത്. കൂടാതെ ഈ
ക്ഷേത്ര ഓഫീസിൽ ഉണ്ടായിരുന്ന ആളുകൾക്കും പരിക്കേറ്റതായി വിവരമുണ്ട്. ഇവരെ ഇവരെയും ആശുപത്രിയിലേക്ക് എത്തിച്ചതായാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷെ ഈ ആളുകളുടെ ആരോഗ്യനില എങ്ങനെയാണ് തുടരുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള യാതൊരു വിവരവും നമുക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഏതായാലും അല്പസമയത്തിനകം തന്നെ മറ്റു വിവരങ്ങൾ ലഭ്യമാകുമെന്ന് തന്നെ കരുതാം. നിലവിൽ ഇപ്പോൾ ഈ മറ്റാളുകളെ, അതായത് ഉത്സവം കാണാൻ വന്ന ആളുകളെ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നിലവിൽ വരുന്ന ഒരു കണക്കനുസരിച്ച് 30-ലധികം ആളുകൾക്കാണ് ഇപ്പോൾ പരിക്കേറ്റത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 30-ലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ കുറച്ചാളുകളെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കുറുവങ്ങാട് സ്വദേശികളാണ് ഇപ്പോൾ മരിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ക്ഷേത്ര പരിസരത്ത് വീടുള്ള 2 ആളുകളാണ് ഇപ്പോൾ മരിച്ചത്. ലീല അമ്മുകുട്ടി, രണ്ടാമത്തെ വ്യക്തി ലീലയാണ്, കുറുവങ്ങാട് സ്വദേശി ലീലയാണ് മരിച്ചിരിക്കുന്നത്. ലീല അമ്മുകുട്ടി എന്നിവരാണ് ഈ ഒരു അപകടത്തിൽ മരിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയെ തുടരുന്നതിനിടെയാണ് ഇരുവരും മരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഗുരുതരാവസ്ഥയിൽ തുടരുന്ന ആളുകളെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഈ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ഇതിനാവശ്യമായ ക്രമീകരണങ്ങളൊന്നും തന്നെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ നിരവധി ആളുകളെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഹരിത. പിന്നെ അതേസമയം തന്നെ ഈ തൃശ്ശൂരും ഇതുപോലെയുള്ള സമാന സംഭവം നടന്ന സമയത്ത് ചില നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഉത്സവം സംഘടിപ്പിക്കുമ്പോൾ ആ സംഘാടനത്തിൽ ഇപ്പോൾ ആനയെ എഴുന്നള്ളിക്കുന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത അകലത്തിൽ മാത്രമേ ആളുകളെ നിർത്താവൂ. അതേസമയം ഈ ആനയെ എഴുന്നള്ളിക്കുന്നതിന് മുൻപ് പ്രാഥമിക പരിശോധനകളൊക്കെ നടത്തണം. തുടർന്നുള്ള നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ അവിടെ പാലിച്ചിട്ടുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ എന്തെങ്കിലും റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ടോ? ഹരിത സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ കുറെ ദിവസങ്ങളിൽ ഹൈക്കോടതിയിൽ ഈ കേസ് നിലനിൽക്കുക, അല്ലെങ്കിൽ ഈ ഒരു കേസിൽ വിധി വരുന്ന സമയത്ത് പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രധാനമായും പറഞ്ഞിരുന്നു. അതായത് ആളുകൾ കൂടുന്നിടത്തേക്ക് ഇത്തരത്തിൽ ആനകളെ എത്തിക്കരുത്, ഇത് വലിയ ദ്രോഹം തന്നെയാണ് തുടങ്ങിയ കാര്യങ്ങൾ അടക്കം ഹൈക്കോടതി നേരത്തെയും ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കേസ് നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു കേസിന് വിധി വന്നതിന് ശേഷവും, അല്ലെങ്കിൽ ഈ ഒരു കേസ് നിലനിൽക്കുന്ന ഈ ഒരു സമയത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു വലിയൊരു അപകടം, ഇതൊരു നമുക്കറിയാം വലിയ ഞെട്ടിക്കുന്ന ഒരു അപകടം തന്നെയാണ്. നമുക്കറിയാം ഈ ഒരു ഫെബ്രുവരി മാർച്ച് എന്ന് പറയുന്ന ഈ ദിവസങ്ങളെല്ലാം തന്നെ, ഈ 2 മാസങ്ങൾ തന്നെ ഉത്സവ സീസണുകളാണ് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പല അമ്പലങ്ങളിലായാലും പല ക്ഷേത്രങ്ങളിലായാലും ഇത്തരത്തിൽ ഈ ആനകളെയും അതുപോലെ തന്നെ ആനകളെ എഴുന്നള്ളിക്കുന്നിടത്തേക്ക് നിരവധി ആളുകൾ എത്തുന്നു. കുട്ടികളാവട്ടെ, പ്രായമുള്ളവരാവട്ടെ, ഏത് തരത്തിലുള്ള ആളുകളും എത്തിച്ചേരുന്ന ഒരു ഇടം തന്നെയാണ് ഉത്സവ പറമ്പ് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിലുള്ള ഭാഗങ്ങളിലേക്ക് ആളുകളെ എത്തിക്കുന്നതും അതുപോലെ തന്നെ ഈ ആനകൾക്കൊപ്പം തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വെടി പൊട്ടിക്കുന്നതാവട്ടെ, അല്ലെങ്കിൽ ചെണ്ടമേളങ്ങളും വാദ്യമേളങ്ങളും തുടങ്ങിയ നമുക്കറിയാം ഇപ്പോഴത്തെ ഏതൊരു ഉത്സവം എടുത്തു നോക്കിയാലും വലിയ ആഘോഷങ്ങൾ തന്നെയാണ്. അത് ഈ ചെറുപ്പക്കാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ട് ഓരോ പരിപാടികൾ നടക്കുമ്പോഴും ചിലപ്പോൾ ആനകളെ സംബന്ധിച്ചിടത്തോളം അത് താങ്ങാൻ കഴിയുന്നതോ അല്ലെങ്കിൽ വലിയ ശബ്ദങ്ങൾ ഒരുപക്ഷെ ഇവർക്ക് ഗ്രഹിക്കാൻ കഴിയാത്തോ, എന്തുകൊണ്ടോ നമുക്കറിയാം ഒരുപക്ഷെ ഈ ഒരു ശബ്ദങ്ങൾ കൊണ്ട് മാത്രമായിരിക്കും ആനകൾക്ക് ഒരുപക്ഷെ ഈ ഒരു ഇടയാനുണ്ടായ ഒരു സാഹചര്യം എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെയും ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം തന്നെയാണ് ഇത് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായ രീതിയിൽ ഇത് അന്വേഷിക്കേണ്ടതായുണ്ട്. അതുകൂടാതെ തന്നെ ഇതിൽ കൃത്യമായ രീതിയിൽ ഈ ഒരു കമ്മിറ്റിയിൽ നിന്നാണെങ്കിലും മംഗള കമ്മിറ്റി ആണെങ്കിലും ഇവർ ഈ ഒരു കൃത്യമായ രീതിയിൽ ഈ ഒരു ആനകളെ കൊണ്ടുവരുമ്പോഴും ആളുകൾ ഈ ഒരു പ്രദേശത്തേക്ക് എത്തുന്നതും, അല്ലെങ്കിൽ ആളുകളെ അവിടെ നിന്ന് മാറ്റി ഈ ഒരു സ്ഥലം മാറ്റി വെക്കേണ്ടതും അമ്പല കമ്മിറ്റി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ചത് ഈ ആനകൾക്കൊപ്പം തന്നെ ആളുകൾ കൂടി നിൽക്കുന്നതും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇന്ന് സംഭവിച്ചത് ഒരുപക്ഷെ ആളുകളുടെ ഈ ഒരു അമ്പല കമ്മിറ്റിയിൽ വന്നിട്ടുള്ള ഒരു വീഴ്ച തന്നെയാണ് എന്ന് ഒരുപക്ഷെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. പക്ഷെ എങ്കിൽ പോലും ഈ ഒരു കാര്യത്തിൽ കുറച്ചൊരു ശ്രദ്ധ നൽകിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും വലിയൊരു മരണം, 2 ആളുകളുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇപ്പോഴും ഗുരുതരമായി തുടരുന്ന ആളുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കൂടാതെ ഇപ്പോഴും കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് ആളുകളെ എത്തിക്കുന്നുണ്ട്. ഇനിയും നിരവധി ആളുകളെ ഈ അമ്പലത്തിൽ നിന്നും ഇനിയും നിരവധി ആളുകളെ
കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിന് ദൃശ്യങ്ങളെല്ലാം നമുക്ക് അല്പസമയത്തിനകം തന്നെ എത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെ കരുതാം. ഏതായാലും ഇപ്പോഴും നിരവധി ആളുകളെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്കും കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി തന്നെയാണ് ഉള്ളത്. അമ്പല കമ്മിറ്റി ഈ അമ്പല കമ്മിറ്റി ഓഫീസിലുണ്ടായിരുന്ന ആളുകളെ അതിനകത്തുണ്ടായിരുന്ന ആളുകളെ കുറിച്ച് ഒരു വിവരം ലഭിച്ചിട്ടില്ല. ഒരുപക്ഷെ അവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ടാകും എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ ആളുകൾ ഇപ്പോൾ പരിക്കേറ്റ് ആശുപത്രിയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട്. അവർക്കൊപ്പം അവരുടെ ബന്ധുക്കളും എല്ലാം തന്നെ ഉണ്ട് എന്നുള്ളതാണ്. കൂടുതലായും പ്രായമായ സ്ത്രീകളാണ് ഇപ്പോൾ ഈ ആശുപത്രിയിൽ ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം നമുക്കറിയാം, അവർക്കൊരിക്കലും ഈ ആന വിരണ്ടു ഓടുമ്പോൾ ഈ ചെറുപ്പക്കാരെ വെച്ച് നോക്കുമ്പോൾ പ്രായമായവർക്ക് ഒരിക്കലും ഓടി എത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ വീഴ്ചയിൽ അപകടം പറ്റിയവരുണ്ട്. അതുകൂടാതെ തന്നെ കല്ലിൽ ഇടിച്ച് പരിക്കേറ്റവരുണ്ട്. തുടർന്ന് ആനയുടെ കുത്തേറ്റവരും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഹരിത, അഭിന, ദൃശ്യങ്ങൾ തന്നെ വളരെ വ്യക്തമാണ്. മുതിർന്നവർ മാത്രമല്ല, ചെറിയ കുട്ടികളടക്കം ആ കൂട്ടത്തിൽ ഓടുന്നത് കാണാം. തീർച്ചയായും ഹരിത, നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ ഒരു ഉത്സവത്തിന് എത്തുന്നത് ഈ ചെറുപ്പക്കാരും അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളും കൈക്കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ ഉത്സവത്തിന് എത്തുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, നേരത്തെയും ഈ ഒരു കേസ് മുൻപും ഉള്ള സമയത്ത് തന്നെ ഹൈക്കോടതി അന്നും നിരീക്ഷിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ്. നിരവധി ആളുകൾ, പ്രായമായവരും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് നേരത്തെയും നിരീക്ഷിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ്. അഭിന, തുടരുക. ഇപ്പോൾ കാനത്തിൽ ജമീല നമ്മളോട് കൂടെ ചേരുകയാണ്. ശ്രീമതി കാനത്തിൽ ജമീല, ഇപ്പോൾ വീണ്ടും ഉത്സവത്തിനിടെ ആനകൾ ഇടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. 2 മരണമാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഈ നിമിഷത്തിൽ പ്രതികരിക്കാനുള്ളത്? മണക്കുളങ്ങര ക്ഷേത്രം ഉത്സവത്തിന് ഒരുപാട് ആളുകൾ വരുന്ന ക്ഷേത്രമാണത്, ഉത്സവമാണ്. അവിടെയാണ് ആന ഇടഞ്ഞിട്ടുള്ളത്. 2 സ്ത്രീകൾ